ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം. ഇന്ന് രാവിലെ തന്നെ ചിക്കനും ദോശയുമായിരുന്നു. അതൊക്കെ സാപ്പിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പൂച്ച സാറല്ല മാം ഇവിടെ കുറേ പ്രസവിച്ചൊക്കെ ഇരിക്കുകയാണ്. പക്ഷേങ്കിൽ കുട്ടികളൊക്കെ ചാടിക്കളിയോടെ പോകുന്നു. ഇവിടെ കുറുക്കന്മാർ നായ്ക്കളായിട്ടിങ്ങൊക്കെ കൊടുത്ത് ഇതിൻ്റെ ഒരു കുട്ടി വരെ ചോദിച്ചിരിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം. പക്ഷേ നമ്മളെ പണ്ടേ ഉള്ള ഒരാളായതുകൊണ്ട് നിങ്ങൾ മാനിക്കുന്നു. ദിവസവും വരും. ഇപ്പം പിന്നെ അധികം ഇല്ല പണ്ടുള്ള പോലെ, എന്നാലും വരും. ഞങ്ങളോടൊക്കെ എന്തെങ്കിലും തായോ എന്തെങ്കിലും ആയോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. എല്ലാം കഴിഞ്ഞ് ഇത് സന്തോഷേട്ടനെ കാത്ത് നിൽക്കുന്നത്. ഞങ്ങളുടെ മീൻകാരൻ സന്തോഷേട്ടനുണ്ട്. സന്തോഷേട്ടൻ വരുന്ന സമയത്ത് വന്ന് നിൽക്കുന്നതാണിത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഫ്രീസർ തുറക്കുന്നില്ല. ഫ്രിഡ്ജ് തുറന്നാൽ വരില്ല, ഫ്രീസർ തുറന്നാൽ ഓടി വരും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മൂപ്പരൊക്കെ കളിപ്പിച്ച് ഞാൻ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ 2 തൈ തന്നിരുന്നു കാർത്തിക. അപ്പം അതൊക്കെ നടാൻ വേണ്ടി പ്ലാനായിരുന്നു. ഇത് കുനിയംകുഴിച്ച മണ്ണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്നറിയില്ല. എൻ്റെ നാട്ടിലെല്ലാം കുനിയംകുഴിച്ച മണ്ണ് എന്ന് പറയാം. നല്ല നൈസ് മണ്ണായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നട്ടാൽ നല്ലതാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാനത് എടുത്ത് കുറച്ച് ഈ ആട്ടും പിണ്ണാക്കും അങ്ങനത്തെ എന്തെല്ലാം വളമെല്ലാം എൻ്റെ വീട്ടിൽ. അപ്പോൾ അതെല്ലാം കുറച്ച് ഇട്ടിട്ട് നട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എന്താവുമെന്നറിയില്ല, നോക്കണം. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടല്ല, എന്തായിരുന്നു, ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈ നട്ടിക്കാനും. അത് എന്താവുമെന്ന് അറിയില്ല. കുറച്ചൊന്ന് വാടിപ്പോയി മീൻസ് ഇലമൊക്കെ ഡ്രൈ ആയ പോലെ. ഇപ്പോൾ ഞാൻ കുറച്ച് വേറെ ഏതോ ഒരു മണ്ണെടുത്തിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. നോക്കണം എന്താവുമെന്നുള്ളത്. രണ്ടും നന്നായാൽ നല്ലതായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ടും ബട്ടർ ഫ്രൂട്ടും കഴിക്കാമല്ലോ. പിന്നെ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാനിതൊക്കെ നട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നിന്നിട്ടുണ്ട്.